ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ജി എസ് ടിയിൽ നമ്മൾ വളരെ പ്രൈമറി ആയിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇൻവോയ്സ് വാല്യൂവും അതുപോലെ തന്നെ ടാക്സബിൾ വാല്യൂവും. ഇൻവോയ്സ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? GSTR 1 അനുസരിച്ച്, അതായത് ജി എസ് ടിയിൽ നമ്മൾ പ്രൈമറി റിട്ടേൺ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട റിട്ടേൺ ആണ് GSTR 1 എന്ന് പറയുന്നത്. അപ്പോൾ GSTR 1 അനുസരിച്ചിട്ട് ഇൻവോയ്സ് വാല്യൂ എന്താണ്, ടാക്സബിൾ വാല്യൂ എന്താണ് എന്നുള്ളത് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പഠനമാണ്. ശരിക്കും പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അനുസരിച്ച് അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളും, രജിസ്റ്റേർഡ് ഡീലേഴ്സ് എന്നൊക്കെ പറയാം, രജിസ്റ്റേർഡ് ബിസിനസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവർക്ക് പീരിയോഡിക്കായിട്ട് അവരുടെ റിട്ടേൺസ് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഗവൺമെൻറ്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് GSTR 1, പിന്നെ GSTR 3B എന്ന് പറയുന്ന രണ്ട് റിട്ടേൺ പീരിയോഡിക്കലായിട്ട് നമുക്ക് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട. ആക്യുറേറ്റ് റിപ്പോർട്ടിംഗ്, ബിസിനസ്സിൻ്റെ ആക്യുറസിയെക്കുറിച്ച് എത്രത്തോളം നമ്മൾ പിന്നെ ടാക്സ് ലോസ് കംപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടാക്സിൻ്റെ നിയമങ്ങൾ നമ്മൾ എത്രമാത്രം കൃത്യമായിട്ട് നമ്മൾ അനുസരിച്ചാണ് നമ്മളെ ബിസിനസ് റൺ ചെയ്യുന്നത് എന്നുള്ളത് ഗവൺമെൻറ്റിനെ ധരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ടാക്സ് റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, GSTയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ, അതുപോലെ തന്നെ കൃത്യമായിട്ട് ടാക്സ് നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കുന്നുണ്ട് എന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി GSTR 1 തുടങ്ങി ഉള്ള റിട്ടേൺസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ GSTR 1 എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിട്ടേൺ ആണ്. GSTR 1 ഈ GSTR 1 എന്ന് പറയുന്നത് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു രജിസ്റ്റേർഡ് ടാക്സ് പെയർ ആ രജിസ്റ്റേർഡ് ടാക്സ് പെയറിൻ്റെ ബിസിനസ്സിൽ നിന്നും ഒന്നുകിൽ ഗുഡ്സിലായിരിക്കാം കച്ചവടം നടത്തുന്നത്, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആയിരിക്കാം. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായാലും, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും, ആ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ബിസിനസ്സുകാരൻ, ആ ബിസിനസ്സുകാരൻ്റെ ഔട്ട്വേർഡ് സപ്ലൈ, അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് എന്താണോ ആ സെയിൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ ആണ് GSTR 1 എന്ന് പറയുന്നത്. ആ GSTR 1 അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻവോയ്സ് വാല്യൂവും ടാക്സബിൾ വാല്യൂവും. ഈ രണ്ടും രണ്ടാണ്. ഇൻവോയ്സ് വാല്യൂവും ടാക്സബിൾ വാല്യൂവും രണ്ട് കാര്യങ്ങളാണ്. രണ്ടും സെയിം അല്ല. ടാക്സബിൾ വാല്യൂ എന്താണ്, ഇൻവോയ്സ് വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ GSTR 1 നമ്മൾ ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ GSTR 1 നമ്മൾ ഡീറ്റെയിൽസ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഔട്ട്വേർഡ് സപ്ലൈ, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സെയിൽസിൻ്റെ വിവരങ്ങൾ, ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയും, അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയാം. നമുക്ക് സിമ്പിളായിട്ട് ഔട്ട്വേർഡ് സപ്ലൈ അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയാം. അത് സെയിൽസ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫർണിഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ, അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഈ ടാക്സബിൾ വാല്യൂ, ഇൻവോയ്സ് വാല്യൂ എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കേണ്ട ഒരു ബിസിനസ് എൻ്റർപ്രണർ, അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർ, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ, അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പിന്നെ എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ GSTR 1 ഡീൽ ചെയ്യുന്ന ഹു ഓർ ഹി ഓർ ഷീ ഈസ് ദാറ്റ്, ആരാണോ ഈ GSTR 1 റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നത്, ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ടാക്സബിൾ വാല്യൂ, ഇൻവോയ്സ് വാല്യൂ എന്താണെന്ന് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ടാക്സബിൾ വാല്യൂയും അതുപോലെ തന്നെ ഇൻവോയ്സ് വാല്യൂയും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന
ഒരു പ്രക്രിയയാണ് ഈ വീഡിയോക്കകത്തിലോ അല്ലെങ്കിൽ ഈ വീഡിയോ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും രണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന് ടാക്സബിൾ വാല്യൂ, ഒന്ന് ഇൻവോയ്സ് വാല്യൂ. ആദ്യത്തെ നമുക്ക് ഇൻവോയ്സ് വാല്യൂ നമുക്ക് പറയാം. ഇൻവോയ്സ് വാല്യൂ എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളിതിനകത്തിൽ ഇതുവരെ നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്ത ചില ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. സിമ്പിളായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ് ജി എസ് ടി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ GSTR 1, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 1 എന്നുള്ളതാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 1 അതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് ഔട്ട്വേർഡ് സപ്ലൈ നമ്മൾ പറഞ്ഞു. ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഡസ് മീൻ സെയിൽസ് ഓഫ് എ ബിസിനസ്, ഇല്ലേ? ഔട്ട്വേർഡ് സപ്ലൈ നമ്മൾ പിന്നെ പറഞ്ഞു. പിന്നുള്ള ടേം എന്താണ്? ഇൻവോയ്സ് വാല്യൂ, ടാക്സബിൾ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ ഇനിയും പറയാൻ പോവാണ്. ഇൻവോയ്സ് വാല്യൂ പിന്നെ ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞു. ടാക്സബിൾ വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ ഇൻവോയ്സ് വാല്യൂ പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ടാക്സബിൾ വാല്യൂ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ ആദ്യം നമുക്ക് ടാക്സബിൾ വാല്യൂ മനസ്സിലാക്കിയിട്ട് ഇൻവോയ്സ് വാല്യൂ പറയാം. കാരണം ടാക്സബിൾ വാല്യൂവിന് ശേഷം മാത്രമേ ഇൻവോയ്സ് വാല്യൂ വരത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇൻവോയ്സ് വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ടാക്സബിൾ വാല്യൂ നോക്കാം. ടാക്സബിൾ വാല്യൂ കഴിഞ്ഞാണ് ഇൻവോയ്സ് വാല്യൂ വരുന്നത്. ടാക്സബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു ഇൻവോയ്സ് വാല്യൂവിൻ്റെ പോർഷനാണത്. അപ്പം നമ്മൾ ഈ ഒരു സ്പെസിമൻ ഇൻവോയ്സ് നമുക്കിവിടെ ഉണ്ട്. ഈ സ്പെസിമൻ ഇൻവോയ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതൊരു ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GST പ്രകാരം ഒരു രജിസ്റ്റേർഡ് ഡീലർ എപ്പോഴും ടാക്സ് ഇൻവോയ്സ് റെസിപ്പിയന്റിന് നൽകിയിരിക്കണം, അല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ് റൈസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊരു ടാക്സ് ഇൻവോയ്സിൻ്റെ സ്പെസിമിനാണ്, എക്സാമ്പിളാണിത്. ഇത് ആക്ച്വൽ അല്ല, ഒരു എക്സാമ്പിൾ സ്പെസിമൻ ടൈപ്പ് ഇൻവോയ്സ് ആണ്. അപ്പോൾ ഇതായിരിക്കണം GST നിയമം അനുസരിച്ച്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ശരിക്കുള്ള റൂൾ പ്രകാരം ഇങ്ങനെ ഈ ഒരു ഫോമിലായിരിക്കണം ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഡീലേഴ്സ് അവരുടെ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് സപ്ലയേഴ്സ് അവരുടെ ടാക്സ് ഇൻവോയ്സ്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ റെസിപ്പിയൻസ് ആരാണോ അല്ലെങ്കിൽ ബയർ ആരാണോ അവർക്ക് കൊടുക്കുന്ന ഇൻവോയ്സിനെയാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാക്സ് ഇൻവോയ്സിൻ്റെ സ്പെസിമിനാണിത്. അപ്പോൾ ഇവിടെ ബിസിനസ്സിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകണം. ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പം ഈ പറഞ്ഞ ബിസിനസ്സിൻ്റെ പേര്, അഡ്രസ്സ്, GST നമ്പർ, ഇമെയിൽ, ഫോൺ നമ്പർ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം ഏറ്റവും ടോപ്പ് പോർഷനിൽ. പിന്നെ പാർട്ടിയുടെ പേര്, നമ്മളെ സാധനങ്ങൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ആ പാർട്ടിയുടെ പേര് ഉണ്ടാകണം, അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാകണം. മനസ്സിലായല്ലോ? അത് ഉണ്ടാകുക. പാർട്ടി പേര്, പാർട്ടിയുടെ GSTN നമ്പർ, അത് രജിസ്റ്റേർഡ് പാർട്ടിയാണെങ്കിൽ രജിസ്റ്റേർഡ് പാർട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻവോയ്സാണ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ GSTN നമ്പർ ഉണ്ടാകണം, സ്റ്റേറ്റിൻ്റെ പേരുണ്ടാകണം, സ്റ്റേറ്റിൻ്റെ കോഡ് ഉണ്ടാകണം. പിന്നെ ഇത് ഇൻവോയ്സിൻ്റെ നേച്ചർ അനുസരിച്ച് ഇൻവോയ്സ് ഡേറ്റ് ഉണ്ടാകും, ഇൻവോയ്സിൻ്റെ നമ്പർ ഉണ്ടാകും,
അപ്പോൾ ഇത് ക്രെഡിറ്റ് നോട്ടാണ് ഇവിടെ, അതുകൊണ്ട് ക്രെഡിറ്റ് നോട്ട് നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല. ഇൻവോയ്സ് നമ്പർ ആണെങ്കിൽ ഇൻവോയ്സ് നമ്പർ വരും ഇവിടെ. പിന്നെ ബയേഴ്സ് റെഫറൻസ്, ബയേഴ്സ് ഓർഡർ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ട് പിന്നെ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ അല്ലെങ്കിൽ സേവനങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. സ്പൈസസ്, സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, HSN SAC കോഡ് ഉണ്ടാകണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്കുള്ള വീഡിയോസിൽ നമുക്ക് HSN എന്താണ്, SOC എന്താണ് നമുക്ക് പഠിക്കാം. ക്വാണ്ടിറ്റി, റേറ്റ്, പിന്നെ റേറ്റ് പെർ, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അതിൻ്റെ എമൗണ്ട് എന്താണ്. ഇവിടെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു ക്വാണ്ടിറ്റി 2 കിലോഗ്രാം, റേറ്റ് 1200, സ്പൈസിൻ്റെ ആണ്. അപ്പോൾ 2 കിലോഗ്രാം സ്പൈസ് 1200 പെർ കിലോഗ്രാം വെച്ചിട്ട് നമുക്ക് 2400 രൂപ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2400 ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഈ ഇൻവോയ്സും പ്രകാരം നമുക്കിനകത്തിൽ ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 2400. അപ്പോൾ ഈ 2400 മുകളിലാണ് GST ചാർജ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2400 18%, ഇവിടെ CGST ഉണ്ട്, SGST ഉണ്ട്. എന്നുവെച്ചാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും. അപ്പം അങ്ങനെ രണ്ട് പിന്നെ പോർഷനായിട്ട് ഉള്ളത് കൊണ്ട് ഇത് 18% ടാക്സ് ബ്രാക്കറ്റ് വരുന്നുണ്ട്. 9% സെൻട്രൽ ടാക്സും 9% സ്റ്റേറ്റ് ടാക്സുമായിട്ട് പോകും. അപ്പോൾ ഈ 2400 മുകളിലാണ് ഈ ടാക്സ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടാക്സബിൾ വാല്യൂ. ആ ടാക്സബിൾ വാല്യൂവിൻ്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യും. എന്നിട്ട് ഈ ടാക്സബിൾ വാല്യൂ പ്ലസ് ടാക്സ് കൂടെ കൂട്ടുന്നതാണ് എന്ത്, ഇൻവോയിസ് വാല്യൂ എന്ന് പറയുന്നത്. അതാണ് 2832 എന്ന് പറയുന്ന എമൗണ്ട്. ഈ 2400 സെയിൽസും ബേസ് പ്രൈസാണ്. സെയിൽസിൻ്റെ ബേസ് പ്രൈസ് ഇതാണ് നമ്മുടെ സെയിൽസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെയിൽസ് ഈ 2400. നമ്മളുടെ ബുക്കിൽ നമ്മൾ സെയിൽസായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് 2400. ഇത് ടാക്സ് ആണ്. ഇത് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നതാണ്. ഇത് ഇൻവോയിസ് വാല്യൂ. ഈ ഇൻവോയിസ് വാല്യൂ ആണ് നമ്മളുടെ ബയർ നമുക്ക് തരേണ്ട ഫൈനൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഈ ഡിഫറൻസ് ആണ് ടാക്സബിൾ വാല്യൂ, ഇൻവോയിസ് വാല്യൂ തമ്മിൽ. അത് നമുക്കൊന്നുകൂടെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോർഷൻ ഓഫ് ഇൻവോയിസ് വാല്യൂ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇൻവോയിസ് വാല്യൂ 2832. 2832 എന്ന് പറയുന്നതാണ് ഇൻവോയിസ് വാല്യൂ. അപ്പോൾ ഈ ഇൻവോയിസ് വാല്യൂവിൻ്റെ ഒരു പോർഷനാണ് ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ. 2832 ഒരു പോർഷനാണ് 2400. അപ്പോൾ ഈ ഇൻവോയിസ് വാല്യൂൻ്റെ ഒരു പോർഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സബിൾ വാല്യൂ. അപ്പോൾ ഈ ടാക്സബിൾ വാല്യൂ ഈസ് എ പോർഷൻ ഓഫ് ഇൻവോയിസ് വാല്യൂ. അതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ഈടാക്കുന്നത്. ദാറ്റ് ഈസ് ലയബിൾ ടു ബി ടാക്സ്ഡ് അണ്ടർ GST. GSTയിൽ നമുക്ക് ടാക്സ് ഈടാക്കേണ്ട ഒരു പോർഷനാണ് ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഈ സ്പെസിമെൻ അനുസരിച്ച് സ്പൈസസിൻ്റെ വില 1 കിലോഗ്രാമിന് 1200, 2 കിലോഗ്രാമിന് 2400. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടാക്സബിൾ വാല്യൂ. ഈ വാല്യൂൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്തത്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് 2832. അതാണ് ഇൻവോയിസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവോയിസ് വാല്യൂവിൻ്റെ ഒരു പോർഷനാണ് ടാക്സബിൾ വാല്യൂ. ആ ടാക്സബിൾ വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നത്. ടാക്സബിൾ വാല്യൂവും ടാക്സും GSTയും കൂടെ കൂട്ടിയുള്ള എമൗണ്ടാണ് ഇൻവോയിസ് വാല്യൂ എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് എമൗണ്ട് ഡിറ്റർമിൻഡ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് അതായത് ഡിസ്കൗണ്ട്, സബ്സിഡി, ഇൻസെൻറ്റീവ്, സപ്ലയർ ബയർക്ക് കൊടുക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചതിന് ശേഷം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഡിസ്കൗണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് 1200 രൂപ വെച്ച് 2 കിലോഗ്രാമിന് 2400 പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഡിസ്കൗണ്ട് ഏതെങ്കിലും 1%, 2% ഒക്കെ ഉണ്ടെങ്കിൽ അതോടുകൂടെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2400 എന്നുള്ളത് 2400 കുറവായിരിക്കും. അപ്പോൾ അതായിരിക്കും ടാക്സബിൾ എമൗണ്ട് എന്നല്ല. അപ്പോൾ ഒരു സപ്ലയറെ സംബന്ധിച്ച് ഈ എമൗണ്ടിൽ ആ സപ്ലൈയുടെ പ്രോഫിറ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ടാക്സ് ചാർജ് ചെയ്തിട്ട് ബയർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ എമൗണ്ടാണ്
ടാക്സബിൾ എമൗണ്ട് പ്ലസ് ഈ ടാക്സ് GST ഈസ് ഈക്വൽ ടു ഇൻവോയ്സ് വാല്യൂ അല്ലെങ്കിൽ ഇൻവോയ്സ് എമൗണ്ട് എന്ന് പറയുന്നത്. അത് ഡിസ്കൗണ്ടും സബ്സിഡിയും ബാക്കിയുള്ള ഇൻസെൻറ്റീവ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും ഈ പറഞ്ഞ ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞത്. ഇത് ഈ എമൗണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 2 കിലോഗ്രാം 1200 രൂപ വെച്ച് 2400 രൂപയായി. ഇനി ഏതെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കോളങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഡിസ്കൗണ്ടഡ് എമൗണ്ട് ബാലൻസ് ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള ബാലൻസ് എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ ടാക്സ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇൻവോയ്സ് എമൗണ്ട് കിട്ടും. അപ്പോൾ ആക്ച്വൽ വാല്യൂ സപ്ലൈ, അതായത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് ഒന്നും കൂടാതെ കണക്കിലാക്കാതെ ആണ് വിത്തൗട്ട് ഫാക്ടറിങ് ഇൻ, അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ സപ്ലൈ ഫാക്ടറിങ് ഔട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇൻക്ലൂഡ് ചെയ്യാതെ അഡീഷണൽ ബെനിഫിറ്റ്സ്, കസ്റ്റമർ കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ്, ഈ പറഞ്ഞ ഡിസ്കൗണ്ട്, സബ്സിഡി, അതുപോലെ തന്നെ ഇൻസെൻറ്റീവ്, ഇതുപോലുള്ള ബെനിഫിറ്റ്സ് കസ്റ്റമർക്ക് കൊടുക്കാതെ, അല്ലെങ്കിൽ ടാക്സബിൾ വാല്യൂ റെപ്രസെന്റ് ആക്ച്വൽ വാല്യൂ സപ്ലൈ വിത്തൗട്ട് ഫാക്ടറിങ് ഇൻ. വിത്തൗട്ട് ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ, ഈ ഡിസ്കൗണ്ട്, സബ്സിഡി, ഇൻസെൻറ്റീവ്, ഇതൊക്കെ കൂടാതെ ഏതെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ്സ് കസ്റ്റമർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാതെ ഉള്ള എമൗണ്ടാണ് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻവോയ്സ് വാല്യൂവിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഇൻവോയ്സ് വാല്യൂ എന്താണെന്ന് നോക്കാം. ഈ സ്പെസിഫിനായിട്ടുള്ള ഇൻവോയ്സ് നമ്മൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇവിടെ 2400 രൂപയാണ് ടാക്സബിൾ വാല്യൂ, ഇത് ടാക്സ് വാല്യൂ അല്ലെങ്കിൽ ടാക്സേഷൻ എമൗണ്ട് ആണിത്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ എമൗണ്ട് അല്ലെങ്കിൽ ഫിഗറാണ് ഇൻവോയ്സ് വാല്യൂ അല്ലെങ്കിൽ ഇൻവോയ്സ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇൻവോയ്സ് വാല്യൂ എന്താണെന്ന് നോക്കാം. ഇൻവോയ്സ് വാല്യൂ റെഫേഴ്സ് ടു ദ ടോട്ടൽ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ഇൻവോയ്സ്. ഒരു ആ സപ്ലയറിൻ്റെ ബിസിനസ്സിൽ നിന്നും ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുമ്പോൾ ബയർക്ക് അല്ലെങ്കിൽ റെസിപ്പിയൻറ്റിന് കൊടുക്കുന്ന ഇൻവോയ്സിൻ്റെ ഫൈനൽ എമൗണ്ടാണ് ഇൻവോയ്സ് വാല്യൂ. ഇവിടെ ഇപ്പോൾ ഈ ഇൻവോയ്സ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 2832 എന്ന് പറയുന്നതാണ് ഫൈനൽ എമൗണ്ട്. ഇതാണ് ഇൻവോയ്സ് വാല്യൂ. ഈ ഇൻവോയ്സിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഇൻവോയ്സ് വാല്യൂ 2832 ആണ്. അപ്പോൾ ഈ 2832 ഇൻവോയ്സ് വാല്യൂ ആകുമ്പോൾ ആ ഇൻവോയ്സ് വാല്യൂവിൻ്റെ മുമ്പ് വരുന്നതാണ് ടാക്സബിൾ വാല്യൂ, ടാക്സ്. അപ്പോൾ അതൊരു സപ്ലയർ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുമ്പോൾ ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ റെസിപ്പിയൻറ്റിന് അല്ലെങ്കിൽ ബയർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിൽ മെൻഷൻ ചെയ്യുന്ന ഏറ്റവും ടോട്ടൽ എമൗണ്ടാണ്, ഏറ്റവും ബോട്ടത്തിൽ വരുന്ന എമൗണ്ടാണ് ഇൻവോയ്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഇത് ടാക്സബിൾ വാല്യൂവും GSTയും കൂടി ഉൾപ്പെടുന്ന എമൗണ്ടാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടാക്സബിൾ വാല്യൂ 2400ഉം ടാക്സും ഉൾപ്പെടുന്ന എമൗണ്ടാണ് ഈ പറഞ്ഞ ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ദി ടാക്സബിൾ വാല്യൂ ആൻഡ് ദ GST ചാർജ്ഡ് ഓൺ ഇറ്റ്. അപ്പോൾ അത് മോണിറ്ററി ടേംസിലേക്ക് അതൊക്കെ കോമൺ ആയിട്ടുള്ള നോളജാണ്. അപ്പോൾ അത് നമുക്കിപ്പം അതിനെക്കുറിച്ച് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ടാക്സ് ലയബിലിറ്റി, ഒരു സപ്ലയറുടെ ടാക്സ് ലയബിലിറ്റി കണക്ക് കൂട്ടാനും അതുപോലെ തന്നെ റെസിപ്പിയൻറ്റിൻ്റെ നമ്മൾ ഗുഡ്സ് ആർക്കാണോ സർവീസ് ആർക്കാണോ കൊടുക്കുന്നത് അവരാണ് റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയർ. റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ ബെനഫിഷ്യറി, ബയർ എന്നൊക്കെ പറയാം. ബയർ എന്ന് നമുക്ക് പറയാം, സെല്ലറും ബയറും. സപ്ലയർ എന്ന് പറഞ്ഞാൽ സെല്ലർ, ഇവിടെ റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ ബയർ എന്നുള്ള അർത്ഥമാണ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്ന ആളാണ് റെസിപ്പിയൻ്റ്. ആ റെസിപ്പിയൻറ്റിനെ സംബന്ധിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സപ്ലയറെ സംബന്ധിച്ച് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റഫറൻസ് ഡോക്യുമെൻ്റാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ആ ഇൻവോയ്സിലെ ടാക്സബിൾ വാല്യൂ, ഇൻവോയ്സ് വാല്യൂവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞത്
ചില ടേംസുകളാണ് GST 1, ഔട്ട്വേർഡ് സപ്ലൈ, ഇൻവോയ്സ് വാല്യൂ, ടാക്സബിൾ വാല്യൂ, ടാക്സ് ഇൻവോയ്സ്, പിന്നെ ടാക്സ് ടാക്സ് എമൗണ്ട് ടാക്സ് എമൗണ്ട് ഈ ടാക്സ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ പിന്നെ CGST വരാം, SGST വരാം, പിന്നെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ IGST വരാം, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇത് ഇൻട്രാ സ്റ്റേറ്റ് ആകുമ്പോഴാണ് ഇത് രണ്ടും കൂടെ വരുന്നത്. ഇൻട്രാ സ്റ്റേറ്റ് സോറി ST8 ഇൻട്രാ സ്റ്റേറ്റ് ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രേഡ് ആണെങ്കിൽ CGST SGST വരും. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ട്രേഡ് ആണെങ്കിൽ അവിടെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്, അവിടെ IGST ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ടാക്സ് എമൗണ്ട് ട്രാൻസാക്ഷൻ്റെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ അനുസരിച്ച് ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ എന്താണെന്ന്. ഇപ്പം ഞാനിപ്പം ഈ ഒരു ടാക്സ് വാല്യൂവിനെ ഇൻവോയ്സ് വാല്യൂവിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ ചൂസ് ചെയ്തത്. പ്ലേസ് ഓഫ് സപ്ലൈ, ഇതൊക്കെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് GST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ടാക്സ് ലയബിലിറ്റി, അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇതുപോലുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട് GSTയുമായിട്ട് ബന്ധപ്പെടുത്തി. അത് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയ്ക്ക് അത് പഠിക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് ടാക്സബിൾ വാല്യൂ, രണ്ട് ഇൻവോയ്സ് വാല്യൂ. ഇപ്പോൾ ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ സെയിൽസ് വാല്യൂ ആണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ടാക്സ് കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഫൈനൽ ഫിഗർ ആണ് ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട GSTയുടെ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.